വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ മാപ്പ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് നമ്മളെ ഭൂപ്രകൃതി. 4 ഭൂപ്രകൃതി ഇവിടെ മാപ്പിൽ തന്നിട്ട് അടയാളപ്പെടുത്താൻ പറയും. അപ്പോൾ ആ ബ്രൗൺ കളറിൽ ഇപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ. യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, അതാ ഉത്തരമഹാസമുദ്രം. പിന്നെ ഗ്രേ കളറിൽ കൊടുത്തിരിക്കുക പെനിൻസുല പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി. വയലറ്റ് കളറിൽ കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് കോസ്റ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ തീരസമുദ്രം. അടുത്തൊരു ടോപ്പിക്കാണ് നമ്മുടെ റിവേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 2 തരം റിവേഴ്സാണ് ഉള്ളത്. ഒന്ന് ഹിമാലയ റിവേഴ്സ്, മറ്റൊന്ന് ഉപദ്വീപീയ നദികൾ. അപ്പോൾ ആദ്യം വരക്കുന്നത് നമ്മൾ ഹിമാലയ റിവേഴ്സായ ഇൻഡസ് ആണ്. ആ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന നദിയാണ് ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു. രണ്ടാമത് റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ആ നദിയാണ് നമ്മുടെ ഗംഗ. മൂന്നാമത് ബ്രഹ്മപുത്ര നദിയാണ്. ഇത്രയുമാണ് നമ്മുടെ ഹിമാലയ റിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഉപദ്വീപീയ നദികളെ നമുക്ക് അറിയണം. എവിടെയാണ് വരയ്ക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചാൽ ഒരു മാർക്ക് ഷുവറാണ്. അപ്പോൾ ഈ ബ്ലൂ കളറിൽ അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെ റെഡ് കളറിൽ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു നദിയുണ്ട്, അതാണ് താപ്തി. ഇനി ഒറീസയിലൂടെ ഒഴുകുന്ന ഒരു ഉപദ്വീപീയ നദിയാണ് നമ്മളെ മഹാനദി എന്ന് പറയുന്നത്. കണ്ടല്ലോ, അത് നേരെ ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഇനി മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് നേരെ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന നദിയാണ് നമ്മളെ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന ഗോദാവരി. തൊട്ട് താഴെ റെഡ് കളറിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്ന ആ രേഖ കൃഷ്ണയാണ്. ലാസ്റ്റ് കാവേരി. കണ്ടല്ലോ, ഇതാണ് നമ്മളെ റിവേഴ്സ്. ഇനി മൗണ്ടെയിന് നമുക്ക് ഒരുപാടുണ്ട് നമുക്ക് ചിത്രീകരിക്കാൻ. ഇപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൽ 3 പർവ്വതങ്ങളുണ്ട്. ഒന്ന് ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നത് കാരക്കോറം, തൊട്ട് താഴെ ലഡാക്ക്, 3 സസ്കർ. ഇനി ഹിമാലയത്തിലേക്ക് വന്നാൽ ആ ബ്ലൂ കളറിൽ വരയ്ക്കുന്നത് ആ പർവ്വതമാണ് ഹിമാദ്രി. അതിന് തൊട്ട് താഴെ നമ്മൾ കാണുന്ന ഒരു ഗ്രീൻ കളറിൽ വരയ്ക്കുന്ന ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തെ നമുക്ക് എന്താണ് അറിയേണ്ടത് വെച്ചാൽ ഹിമാചൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊക്കെ ഹിമാലയത്തിലുള്ള 3 സമാന്തര പർവ്വതത്തിലെ 2 വരച്ച് കഴിഞ്ഞു. ഇനി തൊട്ട് താഴെ റെഡ് കളറിൽ ഇങ്ങനെ മുറിഞ്ഞ് വരയ്ക്കുന്ന ആ ഒരു പർവ്വതമുണ്ട്. ഈ പർവ്വതത്തെയാണ് നമുക്ക് സിവാലിക് എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തിലെയും ഹിമാലയത്തിലെയും പർവ്വതങ്ങളെ തീർന്നു. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റു പർവ്വതങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ രാജസ്ഥാൻ്റെ കിഴക്ക് വശത്ത് ഇത് ഈ ബ്ലൂ കളറിൽ ഈ സ്ഥലത്ത് വരയ്ക്കേണ്ടതാണ് ആരവല്ലി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക എവിടെയാണ് ആരവല്ലി കൊടുക്കേണ്ടത്. ഇനി റെഡ് കളറിൽ കൊടുക്കുന്ന ഒരു പർവ്വതത ഇപ്പോൾ വരയ്ക്കുന്നത് അതാണ് വിന്ധ്യ. തൊട്ട് താഴെ ബ്ലാക്ക് കളറിൽ സത്പുര. ഇനി അറബിക്കടലിന് സമാന്തരമായിട്ട് ആ ബ്ലൂ കളറിലാണ് വെസ്റ്റേൺ ഘാട്ട് അല്ലെങ്കിൽ പശ്ചിമഘട്ടം. ഇനി ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കൊടുത്തത് പൂർവ്വഘട്ടം. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു മാർക്കിംഗ് ആണ് പ്ലാറ്റ്യൂസ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ഈ സ്ഥലത്തെ നമുക്ക് മാൾവ പീഠഭൂമി ഇങ്ങനെയാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി തൊട്ട് ഇപ്പുറത്ത് ഒരു നീല കളറിൽ ഷെയ്ഡ് ചെയ്യുന്ന ആ ഒരു ഭാഗം കണ്ടില്ല, അതാണ് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ എന്ന് പറയുന്നത്. ഇനി ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഡക്കാൻ പീഠഭൂമി. അടുത്തൊരു ഭൂപടത്തിലേക്കാണ് തീരസമതലം എന്ന് പറയുന്നത്. അറബിക്കടലിന് സമാന്തരമായിട്ട് ഈ റെഡ് കളറിൽ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ അതിനെ നമുക്ക് പടിഞ്ഞാറൻ തീരസമതലം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് ആ ബ്ലൂ കളറിൽ ഇതങ്ങനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ കിഴക്കൻ തീരസമുദ്രം. ഈ തീരസമുദ്രങ്ങളെ നമുക്ക് 3ആയിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ തീരസമുദ്രം, ഏറ്റവും മുകൾ ഭാഗം അതിന് ഗുജറാത്ത് തീരസമുദ്രം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ റെഡ് കളറിൽ ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആ ഷെയ്ഡിങ് ഇല്ലേ, അതാണ് നമ്മളെ കൊങ്കൺ തീരസമുദ്രം എന്ന് പറയുന്നത്. ഇനി താഴെ ആ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് മലബാർ തീരസമുദ്രം. ഇനി കിഴക്കൻ തീരസമുദ്രത്തിനെ 2ആയി നമുക്ക് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ആ റെഡ് കളറിൽ താഴെ ഭാഗം കോറമണ്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോറമണ്ടൽ തീരം എന്ന് പറയും. മുകൾ ഭാഗം അല്ലെങ്കിൽ വടക്ക് ഭാഗത്തെ നോർത്തേൺ സിർക്കാസ് അല്ലെങ്കിൽ വടക്കൻ സിർക്കാസ്. ഇതാണ് നമുക്ക് തീരസമതലവുമായി ബന്ധപ്പെട്ട് അടയാളപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ മാപ്പിലേക്കുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് സ്ഥലം ഓർത്ത് വെക്കുക. ഇനി തുറമുഖങ്ങളാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. ഇന്ത്യയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്താണ്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള തുറമുഖമുണ്ട്, കിഴക്ക് ഭാഗത്ത്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് വടക്കായിട്ട് ഗുജറാത്തിൻ്റെ ആ ഭാഗത്തുള്ളതാണ് കണ്ടില്ല റെഡ് കളറിൽ. മുംബൈ മഹാരാഷ്ട്രയിലാണ്. അതിന് തൊട്ട് താഴെ കിടക്കുന്നതാണ് നവശേവ. കേട്ടല്ലോ, അത് ഓർക്കണം. 2 തുറമുഖമാണ് ഇപ്പോൾ അവിടെ ബ്ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ കളറിൽ. അപ്പോൾ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് മർമഗോവ, ഗോവയിലാണ്, ഓർത്ത് വെക്കുക.
ഇനി കർണാടകത്തിലേക്ക് വരികയാണെങ്കിൽ ആ റെഡ് കളറിൽ കണ്ടല്ലോ, ആ സ്പോട്ട് ചെയ്തിരിക്കുന്നതാണ് മാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരം. ഇനി കേരളത്തിലേക്ക് വന്നാൽ കൊച്ചി. ഇതാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള തുറമുഖങ്ങൾ. കൃത്യമായിട്ട് ഈ ബോർഡറിൽ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടല്ലോ. ഇനി കിഴക്ക് ഭാഗത്തുള്ളത് തമിഴ്നാട്ടിലെ ഏറ്റവും അടിയിൽ കൊടുത്തിരിക്കുന്ന റെഡ് കളറിൽ തൂത്തുക്കുടീൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെന്നൈ ആണുള്ളത്. പിന്നെ ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞ് പോയിട്ട് നമ്മൾ ആന്ധ്രയിൽ ഒരു തുറമുഖമുണ്ട്, അതാണ് വിശാഖപട്ടണം. പിന്നെ ഒറീസയിലേക്ക് എത്തുമ്പോൾ പാരദീപായി, ബംഗാളിലെത്തുമ്പോൾ കൽക്കത്തായി. ഇത്രയാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ രണ്ട് ഭാഗത്തുള്ളത്. ഇത് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് ഷുവറാണ്. ഈ വീഡിയോ നന്നായിട്ട് കാണുക, സ്ലോ ആയിട്ട് നിങ്ങൾ ഒന്ന് വീണ്ടും കാണുക, സ്പീഡ് കൂടുതൽ അറിയാം. കാരണം കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ്, കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും സ്പീഡിൽ ചെയ്ത്. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു.